എല്ലാവർക്കും നമസ്കാരം. പത്മശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായർ അനുസ്മരണ സമ്മേളനം പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പത്മശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായർ മലയാള ചലച്ചിത്ര മേഖലയുടെ കാരണവർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങൾ തൻ്റെ അഭിനയശേഷിയിലൂടെ മികച്ചതാക്കി നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച അഭിനയ പ്രതിഭ. തിരക്കഥാകൃത്ത്, കഥാകൃത്ത്, നടൻ, സംവിധായകൻ, നാടകരചയിതാവ്, കവി, സംഭാഷണ ഗാനരചയിതാവ്, ഇതെല്ലാമായിരുന്നു തിക്കുറിശ്ശി. സിനിമയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചു. 1950 സ്വന്തം രചനയിൽ വേലപ്പൻ നായർ സംവിധാനം ചെയ്ത സ്ത്രീ എന്ന ചിത്രത്തിലൂടെ നായകനായി മലയാള സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്ത അദ്ദേഹം ജീവിത നൗക എന്ന ചിത്രത്തിലൂടെ നമ്മുടെ നായക സങ്കല്പത്തിന് തന്നെ അടിസ്ഥാനമുണ്ടാക്കി. അബ്ദുൾ ഖാദർ എന്ന നടന് പ്രേം നസീർ എന്ന് പുനർനാമകരണം ചെയ്ത് മറ്റൊരു അഭിനയ പ്രതിഭയെ കൂടി മലയാളത്തിന് സമ്മാനിച്ച പത്മശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായർ. അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് ഇന്നീ ചടങ്ങിൽ. തിക്കുറിശ്ശി ഫൗണ്ടേഷൻ, മലയാളത്തിൻ്റെ മഹാനടനായ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 25 വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ആരംഭിച്ച തിക്കുറിശ്ശി ഫൗണ്ടേഷൻ അതിൻ്റെ സർഗവേദിയായ സുകുമാരകല, ചലച്ചിത്ര സെമിനാറുകൾ, പഠന ക്യാമ്പുകൾ, നാടക, സീരിയൽ, ചലച്ചിത്ര മാധ്യമ പുരസ്കാര ചടങ്ങുകൾ, കുട്ടികളുടെ പുസ്തക പ്രകാശനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 24 വർഷമായി നടത്തിവരുന്നു. ഈ 2024 വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ വേദിയിൽ 16ാമത് മാധ്യമ പുരസ്കാര വിതരണമാണ് നടക്കുന്നത്. ഉദ്ഘാടകനായ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ് സഹമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഔപചാരികമായ പരിപാടി തിക്കുറിശ്ശി സ്മരണാഞ്ജലിയോടെ ആരംഭിക്കുകയാണ്. തിക്കുറിശ്ശി സുകുമാരൻ നായരെ കുറിച്ച് തിക്കുറിശ്ശി ഫൗണ്ടേഷന്റെ സെക്രട്ടറി ശ്രീ രാജൻ വി പൊഴിയൂർ രചിച്ച് ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു ഈണം പകർന്ന തിക്കുറിശ്ശി സ്മരണാഞ്ജലി പ്രശസ്ത പിന്നണി ഗായിക സരിതാറാം ആലപിക്കുന്നു. ഗുരുവിനെ പാദങ്ങൾ വന്ദിച്ചു കൈകൂപ്പിടാം ആധന്യസ്മരണയിൽ. കൈതൊഴാം ഗുരുവിനെ പാദങ്ങൾ വന്ദിച്ചു കൈകൂപ്പിടാം ആധന്യസ്മരണയിൽ. കലയുടെ ദിവ്യമാം ദീപം തെളിച്ച് അതുല്യ പ്രഭാവനാം സാർവഭൗമം. എന്തെന്തു വേഷങ്ങൾ, എന്തെന്തു ഗീതങ്ങൾ, കൈതൊട്ടതൊക്കെയും പൊൻപ്രഭയല്ലയോ. ലാസവിലാസകല്ലോലിത നടനവികാരം. നാടകക്കൂട്ടവും നല്ല നാട്യങ്ങളും കാലം കനിഞ്ഞൊരു കൽപ്പാന്തകാലം. ആകയാലൊറ്റയിൽ നാട്യപ്രതാപം ആകുകയിലിതുതാൻ കോമളാങ്കൻ. ആരെയും ആകർഷിക്കും ആത്മസ്വരൂപം. സൂര്യനെ പോൽ ജ്വലിക്കും പ്രേമസ്വരൂപം. സൂര്യനെ പോൽ ജ്വലിക്കും പ്രേമസ്വരൂപം.
ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നു ഫൗണ്ടേഷൻ സെക്രട്ടറി ശ്രീ രാജൻ വി പൊഴിയൂർ. ആദ്യക്ഷരം അലങ്കരിച്ചിരിക്കുന്ന എത്രയും അതിനായ ഞങ്ങളുടെ ഗുരുനാഥൻ ജ്യേഷ്ഠ സുഹൃത്ത് ബേബി മാത്യു സോമതീരം അവർ, വിശിഷ്ടാതിഥിയും ഉദ്ഘാടകനുമായ യൗവനത്തിൻ്റെ പ്രതീകം ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ, മുൻ കേരള ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ അവർ, ഗവൺമെൻറ് സ്പെഷ്യൽ സെക്രട്ടറി ബഹുമാന്യായ കെ സുദർശൻ അവർ, ശാസ്ത്ര സർട്ടിഫിക്കറ്റിൻ്റെ ഡയറക്ടർ ശ്രീ സുദർശനൻ കാർത്തികപ്പറമ്പിൽ അവർ, ബഹുമാന്യനായ ഞങ്ങളുടെ പ്രസിഡന്റ് ബി മോഹനേന്ദ്രൻ നായർ അവർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രഭാകരൻ പയ്യാടക്കൻ അവർ, ജോയിന്റ് സെക്രട്ടറി ശശി ഫോക്കസ് അവർ, ട്രഷറർ സുരേന്ദ്രൻ കുര്യാത്തി അവർ, കൺവീനർ രാധാകൃഷ്ണൻ കറുകപ്പള്ളി അവർ, പ്രോഗ്രാം കോർഡിനേറ്ററായ രശ്മി ആർ ഊറ്ററ, ദിവ്യ വൈദേഹി, ബഹുമാന്യരായ തൃക്കൃഷി ഫൗണ്ടേഷൻ്റെ സാരഥികളെ, തൃക്കൃഷി ഫൗണ്ടേഷൻ എന്നും താങ്ങും തണലും തുണയുമായി നിൽക്കുന്ന എൻ്റെ ആത്മസുഹൃത്തുക്കളെ, എത്രയും അതിൻ്റെയ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരെ, തൃക്കൃഷിയോടുള്ള ആദരവ് കാട്ടി ഈ ചടങ്ങ് വൻ വിജയമാക്കാൻ എത്തിച്ചേർന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ സാംസ്കാരിക നായകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 1995 തൃക്കൃഷി ഫൗണ്ടേഷൻ രൂപം കൊള്ളുന്നത്. ഫിലിം ഗൈഡൻസ് സൊസൈറ്റി എന്ന ഒരു പ്രസ്ഥാനം അന്ന് ഉണ്ടായിരുന്നു. അന്ന് അതിൻ്റെ സെക്രട്ടറി ഞാനായിരുന്നു. അന്ന് വിജയകുമാർ, ഞാൻ, സഞ്ജീവ് കുമാർ അടങ്ങുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അന്ന് ലോക സിനിമയുടെ 100ാം വാർഷികം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിക്കുകയായിരുന്നു. മോഹൻലാൽ, നെടുമുടി വേണു, ടി പി മാധവൻ, വേണു നാഗവള്ളി, നാഗവള്ളി ആർ എസ് കുറുപ്പ്, സുചിത്ര, ബാലു കിരിയത്ത് അടങ്ങുന്ന ബഹുമുഖ താരനിരകളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ആ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ തമിഴ്നാട്ടിൽ നിന്ന് ശിവാജി ഗണേശനെ കൊണ്ടുവന്നത് ഞങ്ങളാണ്. അന്ന് ശിവാജി ഗണേശൻ്റെ മുന്നിൽ തൃക്കൃഷി സുകുമാരൻ നായരെന്ന മലയാളത്തിൻ്റെ മഹാനടൻ ഒരു ആവശ്യമുന്നയിച്ചു. ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ വേണമെന്ന്. അങ്ങനെ 95 ആ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ടാഗോർ തിയേറ്ററിൽ വെച്ചാണ് തൃക്കൃഷി ഫൗണ്ടേഷൻ രൂപം കൊള്ളുന്നത്. ഷവലിയാർ ശിവാജി ഗണേശനാണ് അത് വിളംബരം ചെയ്തത്. അന്ന് ആ വാർത്ത, അന്ന് ഇന്നത്തെ പോലുള്ള സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാതിരുന്ന പത്ര ദൃശ്യ മാധ്യമത്തിൻ്റെ ഒരു കാലഘട്ടം. മലയാളത്തിൽ ദൂരദർശൻ കഴിഞ്ഞാൽ ആദ്യത്തെ ജനകീയ ചാനലായ ഏഷ്യാനെറ്റ് ചാനലായിരുന്നു അന്ന് ആ സമയത്തുണ്ടായിരുന്നത്. ആ സമയത്ത് പത്രത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വലിയൊരു കളർ ഫോട്ടോ ഏറ്റവും ഫ്രണ്ടിൽ, പത്രം കേരള കൗമുദി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ, അന്ന് ശങ്കരൻകുട്ടി ചേട്ടനാണ് ആ ഫോട്ടോഗ്രാഫർ. ഇന്ന് അദ്ദേഹം സ്ഥാപനത്തിൽ ഉണ്ടോ, റിട്ടയർ ചെയ്തോന്ന് അറിയില്ല. ശങ്കരൻകുട്ടി ചേട്ടനായിരുന്നു. അന്ന് ആ വാർത്തയിൽ ഏറ്റവും നല്ല കൗതുകമുണ്ടായിരുന്നത് ശിവാജി ഗണേശൻ്റെ കാൽ തൊട്ട് വന്ദിക്കാൻ തൃക്കൃഷിയുടെ കാൽ തൊട്ട് വന്ദിക്കാൻ ശിവാജി ഗണേശന് മത്സരിക്കുന്നൊരു സാന്ദർഭികമായ അനുഭവം ഉണ്ടായി. അത് വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് അന്നത്തെ റിപ്പോർട്ടറായ വി എസ് രാജേഷ് എന്ന് പറയുന്ന ബഹുമാന്യനായ ഇന്നത്തെ കേരള കൗമുദിയുടെ അസോസിയേറ്റ് എഡിറ്റർ വി എസ് രാജേഷ് അവർ. ഇന്ന് അദ്ദേഹം സമഗ്ര സംഭാവനയ്ക്ക് അവാർഡ് വാങ്ങാനിരിക്കുമ്പോൾ ഇത്രയെങ്കിലും ഓർമ്മിപ്പിച്ചില്ല എങ്കിൽ അതൊരു നന്ദിയില്ലായ്മയായി പോകും. തൃക്കൃഷി ഫൗണ്ടേഷനെ വാനോളം വളർത്തിയ പത്രദൃശ്യ മാധ്യമക്കാരുണ്ട്. സീനിയറും ജൂനിയറുമായിട്ടുള്ള എല്ലാവരും ഞങ്ങൾക്ക് എന്നും ഒരു താങ്ങും തണലുമാണ്. ഈ ഫൗണ്ടേഷൻ്റെ അവാർഡുകൾക്ക് മുന്നിൽ തൃക്കൃഷി ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കഴിഞ്ഞ മെയ് 31 റിട്ടയർ ചെയ്തൊരു അധ്യാപകനാണ്. ഫൗണ്ടേഷൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആധികാരികത ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ 12 വർഷമായിട്ടാണ്. അതിനു മുമ്പ് മറ്റു പലരുമൊക്കെ ആയിരുന്നു. ഈ 12 വർഷത്തിനിടയിൽ തൃക്കൃഷി ഫൗണ്ടേഷൻ്റെ അവാർഡ് കൊടുത്തിട്ട് അവാർഡ് വാങ്ങിപ്പോകുന്നവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുകയല്ലാതെ ഒരിക്കലും തലകുനിച്ച് നിൽക്കാനുള്ള ഇട ഇതേവരെ ഞങ്ങൾക്ക് ബേബി മാത്യു സോമതീരം സാർ തന്നിട്ടില്ല. ഞങ്ങളുടെ ഫൗണ്ടേഷനുള്ള എല്ലാ ചെലവും വഹിക്കുന്നത് ബേബി മാത്യു സോമതീരം സാറാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ. കേരള ടെലിവിഷൻ ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം കൈനിറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ അക്ഷയപാത്രമാണ്. അതുകൊണ്ട് തന്നെ തൃക്കൃഷി ഫൗണ്ടേഷൻ ആരുടെ മുന്നിലും കൈ നീട്ടാറില്ല. ആരുടെയും ഒരു സാമ്പത്തികമായിട്ട് ആരുടെയും മുന്നിൽ വിലപേശാറുമില്ല. തൃക്കൃഷി ഫൗണ്ടേഷൻ്റെ അവാർഡിന് എന്നും ഒരു കാൽപ്പനികതയുടെ വസന്തകാലം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം
പണ്ട് കാലത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ പ്രസ് ക്ലബിലെ അവാർഡിന് മുന്നേ, ഞാൻ അങ്ങനെ അഹങ്കാരത്തോടെ പറയുന്നതല്ല, എൻ്റെ അറിവിൻ്റെ പരിമിതിയാണ്. ഞാൻ ഒരു പത്രത്തിൻ്റെ മംഗളം പത്രത്തിൻ്റെ റിപ്പോർട്ടറാണ്. അറിവിൻ്റെ പരിമിതിയാണെന്ന് കരുതുക. കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് അവാർഡിന് മുമ്പിൽ ആദ്യമായി ഉണ്ടായ മാധ്യമ അവാർഡ് തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ അവാർഡാണ്. അതുകൊണ്ടാണ് ഈ അവാർഡ് ഏറ്റുവാങ്ങുവാൻ ബഹുമാന്യരായ പത്രപ്രവർത്തകർ ഒരു മടിയും കൂടാതെ മനസ്സ് തുറന്ന് സ്വീകരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ മാധ്യമ അവാർഡ് ഒരു പ്രൈവറ്റ് അവാർഡ്, പ്രൈവറ്റ് ചാനൽ ഏഷ്യാനെറ്റ് ആയിരുന്നു അതിനുശേഷം വന്ന ആദ്യത്തെ അവാർഡ്. അന്ന് പി ഭാസ്കരൻ മാഷായിരുന്നു ഇതിൻ്റെ ചെയർമാനായിരുന്നു. തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ പ്രൈവറ്റ് അവാർഡ് തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ അവാർഡാണ്. കാലം മാറി, ഡിജിറ്റൽ യുഗമെത്തി, ഇപ്പോൾ ദിനം പ്രതി അവാർഡുകളുടെ പെരുമഴക്കാലം എത്തിക്കൊണ്ടിരിക്കുമ്പോഴും അത്തരം അവാർഡുകൾക്ക് പുറകിലൊന്നും പോകാതെ വലിയ ഒരു സാർത്ഥകമായ രീതിയിൽ, സാർത്ഥകമെന്ന് തന്നെ ഞാൻ പറഞ്ഞോട്ടെ, സാർത്ഥകമായ രീതിയിൽ അല്ലെങ്കിൽ അല്പം പോലും നിസ്സംഗത ഇല്ലാതെ മറ്റുള്ള അവാർഡ് കൊടുത്തു വിടുന്ന വ്യക്തികളുടെ മുന്നിൽ, അവാർഡ് വാങ്ങിപ്പോകുന്നവരുടെ മുന്നിൽ ആത്മാഭിമാനത്തോടെ തലയുയർത്തി തിക്കുറിശ്ശിയുടെ പേരിൽ നൽകുന്നൊരു അവാർഡാണ് തിക്കുറിശ്ശി ഫൗണ്ടേഷൻ അവാർഡ്. ഈ അവാർഡിൻ്റെ കഴിഞ്ഞ വർഷം 2023 മാർച്ച് 11 നൽകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു വീണ ഭാര്യയുടെ മരണത്തിൻ്റെ ഒരു സമയമായതുകൊണ്ട് അന്ന് ആ സമയത്ത് അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ജൂലൈ 5 VJT ഹാളിൽ വെച്ച് അവാർഡ് വിതരണം ചെയ്തത്. കേരളത്തിൻ്റെ ഭാവഗാന ഗായകനായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗാനകാവ്യ ശാഖയെ ചന്ദനലേപ സുഗന്ധം പൂശിയ കെ ജയകുമാർ സാറായിരുന്നു അവാർഡ് കഴിഞ്ഞ വർഷം വിതരണം ചെയ്തിരുന്നത്. ഇന്ന് ഞങ്ങൾക്ക് അവാർഡ് വിതരണം ചെയ്യാൻ കിട്ടിയത് എത്രയും ആദരനായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അവരുകളെ കിട്ടുമ്പോൾ സത്യത്തിൽ ഇലക്ഷൻ്റെ ചൂടിനിടയിലും അദ്ദേഹം ഓടിയെത്താൻ ഇവിടെ കാണിച്ച ഒരു നല്ല മനസ്സ്, അത് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ടും പുതിയ ജനറേഷൻ, പുതിയ തലമുറയ്ക്ക് ഒരു ദിശാബോധത്തിൻ്റെ, വർത്തമാന കാലഘട്ടത്തിൽ ദിശാബോധത്തിൻ്റെ നേരറിവ് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും യുവാക്കളുടെ ഇടയിൽ നല്ല ഹരമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം കാണിച്ച സന്മനസ്സിന് മുന്നിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രം കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം അർപ്പിക്കേണ്ടത് എത്രയും അതിനെ ഞങ്ങളുടെ ബേബി മാത്യു സോമതീരമാണ്. തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ നാളിതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തിക്കുറിശ്ശി ഫൗണ്ടേഷൻ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, സഹായമല്ല, അദ്ദേഹം ഒരു കൂടപ്പുറപ്പാണോ, ഒരു ജ്യേഷ്ഠ സുഹൃത്താണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാരണവരാണോ, ഒരു ഗുരുനാഥനാണോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഫൗണ്ടേഷൻ്റെ ഇതുവരെയുള്ള വളർച്ചയ്ക്കെല്ലാം സഹായകമാകുന്ന അദ്ദേഹമാണ്. ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. ദേശീയ അവാർഡുകൾ വരെ വാങ്ങിയിട്ടുള്ള, ദേശീയ ചലച്ചിത്ര അവാർഡുകൾ വരെ വാങ്ങിയിട്ടുള്ള വ്യക്തിയും ചലച്ചിത്ര നിർമ്മാതാവും നടനും ഗായകനും ഒപ്പം സംഗീതജ്ഞനും ഒക്കെ ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് ബേബി മാത്യു സോമതീരം സാർ. അദ്ദേഹത്തോട് അല്പനേരം സംസാരിച്ചാൽ അറിയാം, ആ മനസ്സൊരു പളുങ്ക് പുഴ പോലെയാണ്. എത്ര കല്ലെടുത്തിട്ടിരുന്നാലും ഉത്താള തരംഗം ഉണർത്താത്ത, നിശബ്ദമായി ഒഴുകിപ്പോകുന്ന ശാന്തസുന്ദരമായ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതൊരു സഹൃദയത്തിൻ്റെ അടയാളമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. ബേബി മാത്യു സോമതീരം ഞങ്ങളുടെ അക്ഷയപാത്രമായ തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ശ്രീ ബേബി മാത്യു സോമതീരത്തെ അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത സ്വാഗതം സമർപ്പിക്കേണ്ടത് ഇന്നത്തെ ഏറ്റവും വലിയ വിശിഷ്ട വ്യക്തിയും നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ കരുത്തനായ സാരഥിയുമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായ നേതാവിനും അപ്പുറം ഇന്ത്യയുടെ നൈപുണ്യ വികസനത്തിനും സംരംഭത്തിനും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വേണ്ടിയുള്ള മനസ്സ് തുറന്ന സമീപനവും ഒപ്പം രാജ്യത്തിൻ്റെ സുരക്ഷയും കാത്തുസൂക്ഷിക്കുന്ന ഒരു നിറഞ്ഞ രാജ്യസ്നേഹി, ധനകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അംഗം, 2019 ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിൻ്റെ ജോയിൻറ്റ് കമ്മിറ്റി അംഗം, കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിലെ MEO ആൻഡ് IT കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗം, ഇന്ത്യൻ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന സഹൃദയനായ കലാകാരൻ കൂടിയാണ് അദ്ദേഹം. പാർലമെന്റ് അംഗവും പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ധനകാര്യ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, നാഷണൽ കേഡറ്റ് കോർപ്പറേഷൻ്റെ കേന്ദ്ര ഉപദേശക സമിതി, ബാംഗ്ലൂർ അർബൻ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഒക്കെ കോ ചെയർമാനായി പ്രവർത്തിച്ചു വരുന്ന ബഹുമാന്യനായ ചന്ദ്രശേഖർ അവർ. ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്ഥാപകനും ഉപദേശകനുമാണ് ബഹുമാന്യനായ ചന്ദ്രശേഖർ അവർ. അദ്ദേഹം തികഞ്ഞ മലയാളി എന്നതിലുപരി മലയാളത്തെ ഏറെ സ്നേഹിക്കുകയും മലയാള ഭാഷയോട് വലിയ ആഭിമുഖ്യം കാണിക്കുകയും മലയാള ഭാഷയെ സാങ്കേതിക വശങ്ങളിലൂടെ എങ്ങനെ പുതിയ തലമുറയിലേക്ക് സന്നിവേശിപ്പിക്കാമെന്നുള്ള ദിശാബോധത്തിൻ്റെ ഒരു കാൽപ്പനികമായ ചിന്ത പൂർത്തിയാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ചന്ദ്രശേഖർ സാർ. അദ്ദേഹത്തെ ഈ ചടങ്ങിന് കിട്ടിയതിൽ തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ എക്കാലത്തെയും ആദരവാർന്ന നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് B. മോഹനേന്ദ്രൻ നായർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. പ്രസിഡന്റ് കൊടുത്തോ.
അടുത്ത സ്വാഗതം സമർപ്പിക്കേണ്ടത് മലയാള ഭാഷാ പണ്ഡിതനും തികഞ്ഞ മനുഷ്യസ്നേഹിയും സഹൃദയനും സാഹിത്യകാരനും ഒപ്പം മലയാളത്തിൻ്റെ നിറഞ്ഞ വാത്സല്യവുമായ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ MR തമ്പാൻ അവർക്കാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളും. ഗവൺമെൻറ് മുൻ സ്പെഷ്യൽ സെക്രട്ടറിയായ ശ്രീ K. സുദർശനൻ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറസാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ ഔന്നത്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കും ഭാഷാപരമായ പ്രയോഗവും ഇന്ന് മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. സുകുമാർ അഴീക്കോടിന് ശേഷം തിരുവനന്തപുരത്ത് ഏറ്റവും നന്നായി പ്രസംഗിക്കുള്ള ഒരു പ്രാസംഗികൻ അല്ലെങ്കിൽ പ്രഭാഷകൻ കൂടിയാണ് ശ്രീ K. സുദർശൻ അവർ. അദ്ദേഹത്തെയും ആദരപൂർവ്വം തിക്കുറിശ്ശി ഫൗണ്ടേഷൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുദർശൻ കാർത്തികപ്പറമ്പിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യസ്നേഹിയാണ്. വളർന്നു വരുന്ന യുവതലമുറയിൽപ്പെട്ട എഴുത്തുകാരെ കണ്ടെത്തുവാനും അവരിലൂടെ ആർജിതമായ അനുഭവത്തിൻ്റെ ആഴപ്പരപ്പുള്ള ദിശാബോധമുള്ള ഒരു കാൽപ്പനികമായ ഭാവം സൃഷ്ടിക്കുവാനും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് സുദർശനൻ കാർത്തികപ്പറമ്പിലവർ. ശാസ്ത്രസാഹിത്യത്തിൻ്റെ ഡയറക്ടറും ഞങ്ങളുടെ തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ സഹൃദയനുമായ ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിലവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുസ്തക സ്വീകാര്യത്തിനായി എത്തിയിട്ടുള്ള ബഹുമാന്യനായ ഞങ്ങളുടെ പ്രസിഡന്റ് B. മോഹനേന്ദ്രൻ നായർ, അദ്ദേഹമാണ് ഞങ്ങളുടെ തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ ശക്തി. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ വിപിൻ മോഹൻ തിക്കുറിശ്ശിയുടെ അനന്തരമാണ്. അദ്ദേഹത്തിന് എത്താൻ കഴിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരവാർന്ന സ്വാഗതം സമർപ്പിച്ചുകൊള്ളുന്നു. ഇനി അടുത്ത സ്വാഗതം സമർപ്പിക്കേണ്ടത് ഇവിടെ എത്തിക്കൂടിയ ബഹുമാന്യരായ മാധ്യമപ്രവർത്തകർ, സഹൃദയർ, തിക്കുറിശ്ശി ഫൗണ്ടറിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളോടൊപ്പം ആദരവാർന്ന സ്വാഗതം സമർപ്പിച്ചുകൊള്ളുന്നു. ഇനി 2 പേർക്ക് സ്വാഗതം സമർപ്പിക്കാതെ മടങ്ങിപ്പോകാൻ കഴിയില്ല. 2 കൊച്ചു കുട്ടികളുടെ ഇരിപ്പുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ അക്ഷയ് കടവിൽ. അക്ഷയ് കടവിൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഈ വേദിയിൽ വെച്ചാണ്, നമ്മുടെ VJT ഹാളിൽ വെച്ചാണ്. അന്ന് കേരള ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ADGP സന്ധ്യ IPS കൈമാറിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകമായ തുള്ളികൾ പ്രകാശനം ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ പുസ്തകം ബഹുമാന്യനായ അൽഫോൺസ് കണ്ണന്താനം, കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ, ഞങ്ങളുടെ ഏറ്റവും റോട്ടറിയുടെ അഭിമാനം, ഞാൻ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡന്റ്, റോട്ടറി ക്ലബിൻ്റെ അഭിമാനമായ സുരേഷ് മാത്യുവിന് കൈമാറിക്കൊണ്ടാണ് രണ്ടാമത്തെ പുസ്തകമായ വാത്സല്യം പ്രകാശനം ചെയ്യുന്നത്. മൂന്നാമത്തെ പുസ്തകം പ്രകാശനം ചെയ്ത് കഴിഞ്ഞ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ആണ് കഴിഞ്ഞ വർഷം ഈ പുസ്തകം പ്രകാശനം ചെയ്തതെന്ന് AK ബാലൻ, സാംസ്കാരികത്തിൻ്റെ ബഹുമാന്യനായ സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലൻ സാറായിരുന്നു പുസ്തകം സ്വീകരിച്ചത്. അന്ന് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ സാറാണ്. അങ്ങനെ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചൊരു വ്യക്തിയാണ് ശ്രീ അക്ഷയ് കടവ്. ഞാൻ ഇത്തവണ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നിട്ട് പോലും ഇവരുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കുട്ടികളാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലുവാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങളെന്ന് വൈലോപ്പള്ളി മാമ്പഴത്തിൽ പറഞ്ഞ പോലെ കുട്ടികളാണ് ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായതുകൊണ്ടാണ്, ആ കുട്ടികൾ വളർന്നു കേട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് ശ്രമിച്ചത്. ശ്രീ അക്ഷയ് കടവിൻ്റെ 4ാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ആ 4ാമത്തെ പുസ്തകം ബഹുമാന്യനായ നമ്മുടെ ചന്ദ്രശേഖർ സാർ അടക്കം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടും. ശ്രീ മാസ്റ്റർ അക്ഷയ് കടവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. അടുത്ത പുസ്തകം പ്രകാശനം ചെയ്യേണ്ടത് ആർഷ എസിൻ്റെയാണ്. ആർഷ എസ് അക്ഷയ് കടവിൻ്റെ അനുജത്തിയാണ്. ഇംഗ്ലീഷ് കവിതകളാണ്. സിംഫണി എന്നാണ് കവിതയുടെ നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ 2 പുസ്തകങ്ങളും എഡിറ്റ് ചെയ്തതും ഈ പുസ്തകങ്ങളെല്ലാം പിന്നെ പ്രിൻറ്റിംഗ് ലേഔട്ട് ഡിസൈൻ ചെയ്ത് എൻ്റെ സ്കൂളിലെ സെൻറ്റ് ജോസഫ് സ്കൂളിലെ പൂർവ്വ അധ്യാപകനായ രാജീവ് VS സാറാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം തിക്കുറിശ്ശി ഫൗണ്ടേഷനാണ് പ്രസിദ്ധീകരിക്കുന്നത്. കുമാരി ആർഷ എസിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിലേക്ക് പങ്കെടുത്ത എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പത്മശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായർ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും ചടങ്ങ് ഔപചാരികമായി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുവാനായി ബഹുമാനപ്പെട്ട കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ് സഹമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവர்களോട് സാദരം ക്ഷണിക്കുന്നു. ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളെയും ക്ഷണിക്കുകയാണ്.
ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ സാദരം ക്ഷണിക്കുകയാണ് ഉദ്ഘാടന പ്രസംഗത്തിനായി. വേദിയിൽ മേലെ ഇരിക്കുന്ന എല്ലാ ഡിഗ്നിറ്ററീസ്, ഇവിടെ വന്ന എല്ലാവരും, ഇന്ന് മാധ്യമം കമ്മ്യൂണിറ്റീൻ്റെ വിന്നേഴ്സിനും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ തിക്കുറിശി ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ ഐ കൺസിഡർ ഇറ്റ് മൈ ഓണർ. എനിക്ക് അഭിമാനമുണ്ട്. വളരെ നന്ദി എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. എല്ലാവർക്കും അറിയാം, മലയാള ചലച്ചിത്ര രംഗത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു അദ്ദേഹം ഒരു സ്റ്റാറും അല്ല, ഒരു ഡയറക്ടർ, ലിറിസിസ്റ്റ്, സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റി ആയിരുന്നു. ആൻഡ് ഈ ശ്രദ്ധാഞ്ജലി പ്രോഗ്രാമിൽ ഞാൻ എൻ്റെ ഡീപ്പസ്റ്റ് ആദരവ് അർപ്പിക്കുന്നു. മാധ്യമം ആ ഫീൽഡിൽ നമ്മുടെ 4th എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ പില്ലേഴ്സ് ആണല്ലോ ഇന്ന് അവാർഡ് കിട്ടാൻ പോകുന്നത്. അവരെ കൂടെ ഞാൻ കുറച്ചൊരു ഷെയർ ചെയ്യാൻ പോകുന്നത് ഇഷ്ടം ആണെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ഇനി ഇലക്ഷൻ ടൈമിൽ ആരുടെ കൂടെ മീഡിയയുടെ കൂടെ എനിക്കങ്ങനെ ഫൈറ്റ് ചെയ്യാനൊരു ആഗ്രഹമൊന്നുമില്ല. ബട്ട് ഇത് ഞാൻ ഐ കൺസിഡർ ഇറ്റ് എൻ്റെ ഡ്യൂട്ടി ഇത് പറയാൻ. ഈ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞിട്ട് ഈ 2008-2010 ആ ടൈം ഫ്രെയിമിൽ നമ്മുടെ നാടോ ഗ്ലോബലി കൺസംഷൻ ഓഫ് ന്യൂസിൻ്റെ ഹാബിറ്റ് അങ്ങ് മാറിയിട്ടുണ്ട്. അതിൻ്റെ ന്യൂസ് ഡെലിവറിയും ന്യൂസ് കൺസംഷനും. പണ്ട് കാലത്തെല്ലാം മനോരമ, കേരള കൗമുദി, ഏത് പേപ്പർ അങ്ങ് വായിച്ചാൽ എല്ലാവർക്കും അറിയാം, ഒരു ട്രൂത്ത് വേണമെങ്കിൽ ഈ പേപ്പറിൽ പോവുക, മറ്റേ പേപ്പറിൽ പോവുക, അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ റിയാലിറ്റി, ഏതെങ്കിലും ഇഷ്യൂവിൻ്റെ ട്രൂത്ത് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇന്ന് ഈ ഡിജിറ്റൽ വേൾഡിൽ, ഡിജിറ്റൽ ലോകത്തിലും ഈ ഡിജിറ്റൽ മേഖലയിലും ആരാണ് ട്രൂത്ത് പറയുന്നത്, ആരാണ് മിസ്ഇൻഫർമേഷൻ ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കാൻ തന്നെ ഒരു പോസ്റ്റ് ഡോക്ടറൽ PhD എല്ലാവർക്കും ഒരു റിക്വയർമെൻ്റാണ്. അതുകൊണ്ട് ഞങ്ങളൊരു എക്സ്പെരിമെൻ്റ് ചെയ്തു മിനിസ്ട്രിയിൽ ഒരു കൊല്ലം മുമ്പേ, എല്ലാ കൊല്ലം ചെയ്യുന്നതാണ്. ഈ പച്ചക്കള്ളം എന്ന മിസ്ഇൻഫർമേഷൻ ഡിജിറ്റൽ ദുനിയാവിൽ ഇറ്റ് ട്രാവൽസ് 1000, almost 800 to 1000 times faster and reaches an audience 1000 times more than the truth. ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ ട്രഡീഷണൽ ജേർണലിസം ട്രൂത്തിനെ പറ്റി, ട്രൂത്ത് എക്സ്പോസ് ചെയ്യുക, ട്രൂത്തിനെ പറ്റി എഴുതുന്ന, വിഷ്വലൈസ് ചെയ്യുന്ന ജേർണലിസമാണ്. അവർക്ക് വരുന്ന കാലത്ത് വളരെ ഒരു ചാലഞ്ചിങ് സർക്കംസ്റ്റാൻസസ് അവർക്ക് ഫേസ് ചെയ്യുന്ന ഒരു സർക്കംസ്റ്റാൻസ് ഉണ്ടാവുമെന്ന് ഞാൻ ഇപ്പോൾ തന്നെ കോഷൻ ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മിസ്ഇൻഫർമേഷൻ, ഇൻ്റർനെറ്റിൻ്റെ ഗ്രോത്ത്, ഇതെല്ലാം ഇംഗ്ലീഷിലൊരു ഫ്രേസുണ്ട്, പെർഫെക്റ്റ് സ്റ്റോം. അതാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ജേർണലിസം ഇന്നത്തെ മേഖലയിൽ, ഇന്നത്തെ ഒരു എൻവയറമെൻറ്റിൽ ഗുഡ് ജേർണലിസം ഭയങ്കര വാല്യുബിൾ പ്രൊപ്പോസിഷനാണ്. നമുക്കെല്ലാവർക്കും ആസ് എ കമ്മ്യൂണിറ്റി, ആസ് യൂസേഴ്സ്, ഗുഡ് ജേർണലിസമിനെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോഗ്രാം, നല്ല ജേർണലിസമിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം എല്ലാം നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബിക്കോസ് ഈ ഗുഡ് ജേർണലിസം വേഴ്സസ് ഫ്ലൈ ബൈ നൈറ്റ് ജേർണലിസം, ഗുഡ് ജേർണലിസം വേഴ്സസ് ക്ലിക്ക് ബൈറ്റ് ജേർണലിസം, അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനും അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും നമുക്കെല്ലാവർക്കും സാധിക്കണം എന്ന് ഞാൻ അതൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിനി ഒരു വലിയ സ്പീച്ചൊന്നും തയ്യാർ ചെയ്തിട്ട് വന്നില്ല. ബട്ട് ഇത് ഡെഫിനറ്റ്ലി പറയണം. ഈ തിക്കുറിശി ഫൗണ്ടേഷൻ്റെ ഈ പ്രോഗ്രാമിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന എനിക്ക് ഒരു പേഴ്സണൽ
ഐ കൺസിഡർ ഇറ്റ് ഒരു പേഴ്സണൽ ഓണർ. ഞാൻ എല്ലാവരും താങ്ക് യു പറയുന്നു, താങ്ക്സ് കൊടുക്കുന്നു. ഞാൻ ഇതുകൊണ്ട് എൻ്റെ സ്പീച്ച് കഴിയുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഒന്നും കൂടി നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. വളരെയധികം നന്ദി മിനിസ്റ്റർ. അടുത്തതായി ഒരു പുസ്തക പ്രകാശനമാണ്. മിനിസ്റ്ററോട് അഭ്യർത്ഥിക്കുകയാണ്, ശ്രീ കെ സുദർശനൻ സർ, ഗവൺമെന്റ് സ്പെഷ്യൽ സെക്രട്ടറി, അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് നിർവഹിക്കുവാനായി അക്ഷയ് കടവിൽ എന്ന +1 വിദ്യാർത്ഥി എഴുതിയ വഴിവിളക്ക് എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ കെ സുദർശനൻ അവർക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നത്. അക്ഷയ് കടവിൽ. നന്ദി മിനിസ്റ്റർ. അടുത്തതായി ആർഷ എസ് എഴുതിയ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ ഡോക്ടർ MR തമ്പാൻ സാറാണ്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടർ. അദ്ദേഹം ശ്രീ B മോഹനചന്ദ്രൻ നായർ, തിക്കൃഷി ഫൗണ്ടേഷന്റെ പ്രസിഡന്റ്, നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. നന്ദി. അടുത്തതായി പുരസ്കാര വിതരണത്തിലേക്ക് 16ാമത് തിക്കൃഷി ഫൗണ്ടേഷൻ മാധ്യമ പുരസ്കാര വിതരണമാണ്. ഓരോരുത്തരെയായി ക്ഷണിക്കുകയാണ്. വേദിയിലേക്ക് വന്ന പുരസ്കാരം ബഹുമാനപ്പെട്ട മിനിസ്റ്ററിൽ നിന്നും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും പുരസ്കാരം നൽകണമെന്ന് മിനിസ്റ്ററോട് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി അച്ചടി വിഭാഗം അവാർഡുകളാണ്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള കൗമുദി ദിനപത്രം ആൻഡ് കൗമുദി ന്യൂസിന്റെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ VS രാജേഷിന് സമ്മാനിക്കുകയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വേദിയിൽ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും ഏറ്റുവാങ്ങുന്നു. കേരള കൗമുദി ദിനപത്രം ആൻഡ് കൗമുദി ന്യൂസ് അസോസിയേറ്റ് എഡിറ്റർ ശ്രീ VS രാജേഷ്. മാധ്യമ അവാർഡുകളാണ്. മികച്ച ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ടിവിയുടെ പ്രതിനിധി പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. അടുത്തതായി മികച്ച റിപ്പോർട്ടർ ശ്രീ ദീപക് ധർമ്മടം.
സരിതയ്ക്കും അവാർഡ് ലഭിക്കുന്നുണ്ട്. അതിന്റെയും അവതാരകയാണ്. അതുകൊണ്ട് സരിതയ്ക്ക് ഇത് ഇരട്ടി മധുരം. അടുത്തതായി മികച്ച വാർത്താധിഷ്ഠിത പരിപാടി എന്റെ വാർത്ത, അഖില കൃഷ്ണൻ, അമൃത TV. നന്ദി മിനിസ്റ്റർ. തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ രാജീവ് ചന്ദ്രശേഖർ സാറിന് തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ ഒരു എളിയ പുരസ്കാരം ഞങ്ങൾ നൽകുക. പുരസ്കാരമല്ല, എളിയ ഒരു സമർപ്പണം എന്നത് സ്നേഹോപകാരം സമർപ്പിക്കുകയാണ്. അത് നൽകുവാനായി ഞങ്ങളുടെ ചെയർമാൻ ബേബി മാത്യു സമുദ്രം അവരുടെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് തിക്കുറിശ്ശി ഫൗണ്ടേഷന്റെ സ്നേഹോപഹാരം സമ്മാനിക്കുകയാണ്. ശ്രീ രാജൻ വി. പടിയൂർ. അടുത്ത